ഹലോ! ഇന്ന് നമുക്ക് പെട്ടെന്ന് കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു മസാല ഷവായാണ്. പൊറോട്ടക്കും കുബൂസിനെല്ലാം നല്ല അടിപൊളി കോമ്പിനേഷനായിട്ടുള്ള. ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഉള്ളി, ഒരു തക്കാളി, മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി. വലിയ ഉള്ളിക്ക് പകരം ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു 15 എണ്ണം എടുക്കാം. പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാം. സ്കിന്നോട് കൂടിയിട്ടുള്ള ഫുൾ ചിക്കനാണ്. അത് നല്ലോണം കത്തിയെങ്ങാനും വെച്ചിട്ട് നല്ലോണം ഹോളിട്ട് കൊടുക്കാം. ഇനി ഈ മസാല കംപ്ലീറ്റ് ചിക്കനിൽ തേച്ച് കൊടുത്തിട്ട് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കാം. ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലത്. പ്രഷർ കുക്കറിലേക്ക് ചിക്കനും മസാലയും കംപ്ലീറ്റ് ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 3 വിസിലും. അത് ഓരോ കുക്കറിൻ്റെ പ്രഷറിനനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും. അപ്പം നല്ലോണം സോഫ്റ്റായിട്ട് കുക്കാകുന്ന വരെ വേവിച്ചെടുക്കാം. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റം അല്ലേ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചിക്കൻ്റെ എല്ലാ സൈഡും ജസ്റ്റ് സ്കിന്നൊന്ന് പൊരിച്ചെടുക്കാം. സെയിം ഓയിലിലേക്ക് തന്നെ ഈ ഗ്രേവി ഇല്ലേ ചിക്കൻ്റെ, അത് ചേർത്തിട്ട് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് തിക്കാക്കിയെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് പൊരിച്ച് മാറ്റി വെച്ച ചിക്കൻ ഇല്ലേ അത് ചേർത്ത് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മസാല ഷവായാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെഡ് കളറിലെല്ലാം വേണമെങ്കിൽ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അത് പക്ഷേ ടേസ്റ്റിനെ ബാധിക്കില്ല. ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.